ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന SSC CGL 2026 നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. ആ ഡേറ്റുകൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്ന് അറിയിക്കാം. അതാ നോക്കൂ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇന്നാണ് ലൈവ് ആയിരിക്കുന്നത്. എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു നോക്കുക, 22/6/2026, അതായത് ജൂൺ മാസം 22-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഡേറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്താണ്? SSC CGL 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കുറേ പേര് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് SSC CGL 2026. അപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു നല്ല ഗവൺമെന്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് SSC CGL 2026. അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ മറക്കരുത്. എന്നാണ്, ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. 22/6, അടുത്ത മാസം 22-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. ഇനി അതിന്റെ കുറെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരെ കൊടുക്കാൻ പറ്റുന്നത്? 22-ാം തീയതി ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൺലൈൻ ഫീ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് 23/6/2026 വരെയാണ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാമിന്റെ ഡേറ്റ്, ടയർ 1 എക്സാം വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ 2026 ആണ്. അപ്പൊ നമ്മൾ ആ ഡേറ്റ് ഒന്ന് നോക്കിയ മക്കളെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, കറക്റ്റ് ഒരു 4 മാസ സമയമാണ്. ഇപ്പൊ ആൾറെഡി ഈ SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 4 മാസത്തെ സമയവും കൂടെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് കിട്ടും. എന്നാൽ പുതിയ വിദ്യാർത്ഥികൾ, നല്ല ഷാർപ്പായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ടൈമിൽ തന്നെ നമുക്ക് പഠിക്കാം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നന്നായി പഠിക്കുകയാണെങ്കിൽ ഈ ടൈമിനകത്ത് ഈ ഒരു അറ്റംപ്റ്റ് നമുക്ക് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പരീക്ഷ തന്നെയാണ്. പിന്നെന്താണ്, ഇതിന്റെ ടയർ 2 എക്സാം നടക്കുന്ന ഏകദേശം ഡിസംബർ. ഈ SSC എക്സാംസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ ടയർ 1, പിന്നെ ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ ടയർ 2, ദെൻ 1 മന്തിനകത്ത് റിസൾട്ട്. നമുക്ക് ഒരു വർഷം തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജോലി കരസ്ഥമാക്കാൻ പറ്റുന്ന പരീക്ഷയാണ്. അപ്പൊ ഡേറ്റുകൾ നിങ്ങൾക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയുകയാണ്. എന്താണ്? അടുത്ത മാസം, ഇന്ന് മുതൽ നമുക്ക് അടുത്ത മാസം 22-ാം തീയതി വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കാര്യം ഓർക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ്, ഞാൻ എപ്പോഴും ഒരുപാട് എൻ്റെ തന്നെ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്, ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് വായിച്ചാൽ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. പേ ലെവൽ 8 വരുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറാണ്. പേ ലെവൽ 8 എന്ന് പറയുമ്പോൾ സാലറി സ്കെയിൽ കണ്ടല്ലോ, എത്രയാണ്? 1,51,000 വരെ പോകുന്ന പോസ്റ്റുകളാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ, അതുപോലെ അസിസ്റ്റന്റ് ഓഡിറ്റ് അക്കൗണ്ട് ഓഫീസർ, ഈ 3 പോസ്റ്റുകളാണ് പേ ലെവൽ 8 വരുന്നത്. പേ ലെവൽ 7 വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അങ്ങനെ കുറെ പോസ്റ്റുകളുണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ CBI ഓഫീസർ, സെൻട്രൽ എക്സൈസ് ഓഫീസർ, കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ, അങ്ങനെ കുറെ യൂണിഫോം പോസ്റ്റുകൾ ആണ് പേ ലെവൽ 7 വരുന്നത്. കുറെ പേര് കാത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. പേ ലെവൽ 7 സാലറി സ്കെയിൽ കണ്ടല്ലോ. ഈ സ്കെയിൽ കണ്ടാൽ തന്നെ നിങ്ങളുടെ പഠനം എന്താക്കാം, വളരെ ശക്തിയായിട്ട് ഊർജ്ജസ്വലമായിട്ട് പോകാൻ പറ്റും. പേ ലെവൽ 6 വരുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റ്, അപ്പോൾ അങ്ങനെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഓഫീസ് സൂപ്രണ്ടന്റ് പോസ്റ്റുകൾ, ഇതൊക്കെയാണ് പേ ലെവൽ 6. അവിടെയും സാലറി സ്കെയിൽ കണ്ടല്ലോ. അപ്പോൾ ദെൻ പേ ലെവൽ 5 ഏകദേശം ഓഡിറ്റർ പോസ്റ്റുകൾ, അതുപോലെ അക്കൗണ്ടന്റ് പോസ്റ്റുകളൊക്കെയാണ് വരുന്നത്. സാലറി സ്കെയിൽ കണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റു വീഡിയോയിൽ തരാം. നോട്ടിഫിക്കേഷൻ ആണ് എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ സോർട്ടിംഗ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റുകളൊക്കെയാണ് പേ ലെവൽ 4 വരുന്നത്. അതിന്റെ സാലറി സ്കെയിലും ഇതാണ് നമ്മുടെ സാലറി സ്കെയിൽ. അപ്പോൾ അത്യാവശ്യം ഏറ്റവും, അതായത് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ കാത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞു കേരളത്തിൽ ഈ ഒരു എക്സാമിനെ കുറിച്ച് അവയർനെസ് വളരെ കുറവാണ്. കാരണം നോർത്ത് ഇന്ത്യൻ സൈഡിലെ പിള്ളേരൊക്കെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി അവർ ചെറിയ പ്രായം മുതൽ, നമ്മളെല്ലാം UPSC ഇവിടെ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന പോലെ ട്രൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് SSC CGL എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളും ധൈര്യമായിട്ട് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അക്കാഡമിയിൽ നിന്നൊക്കെ ലാസ്റ്റ് വർഷം CGL എക്സാംസ് ക്ലിയർ ചെയ്ത നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലെ നിരവധി പോസ്റ്റുകളിലേക്കും റെയിൽവേയിലെ നിരവധി പോസ്റ്റുകളിലേക്കും ദിശ അക്കാഡമിക്ക് ധാരാളം വിദ്യാർത്ഥികളെ പറഞ്ഞുവിടാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നതിന്റെ മോഡ് ഒട്ടും നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. വേക്കൻസി ആണ് അടുത്തറിയേണ്ടത്. വേക്കൻസി എത്ര വേക്കൻസി ഉണ്ട്? 12,256
വേക്കൻസിയാണ്. 12,256 വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്, വേക്കൻസിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഡേറ്റ് അറിഞ്ഞു, വേക്കൻസി അറിഞ്ഞു, പോസ്റ്റുകൾ അറിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാമല്ലോ ഡിഗ്രിയാണ് വേണ്ടത്, നാഷണാലിറ്റി കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആളുകളാണല്ലോ. പ്രധാനമായിട്ടും ഏജ് ലിമിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞു 18 to 27 ആണ് ചില പോസ്റ്റുകൾക്കൊക്കെ വരുന്നത്. എന്തായാലും ഒരു ആവറേജ് ഏജ് ആയിട്ട് വരുന്നത് 30 ആണ്, 30 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് വരുന്നത്. SC/ST കാറ്റഗറി ആളുകൾക്ക് 5 year റിലാക്സേഷൻ ഉണ്ട്, OBC 3 year റിലാക്സേഷൻ ഉണ്ട്. അത് ഫിസിക്കലി വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 year ഉണ്ട്. എക്സ് സർവീസുകാർക്ക് അവരുടെ സർവീസിന് ശേഷം 3 year പിന്നെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ജനറൽ കാറ്റഗറിയാണ് ഈ 30 വരെ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഏജ് റിലാക്സേഷനെ പറ്റി നിങ്ങൾ അറിഞ്ഞു. ഇനി എന്താണ് പറയേണ്ടത്? അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ ഇനി എക്സാമിനെ കുറിച്ച് ഒന്ന് പോകാം. എക്സാമിന്റെ പാറ്റേണിനകത്തൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പൊ ഫേസ് എക്സാമുകൾക്ക് വന്നപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് ഓടിച്ചു നോക്കാം. ഞാൻ അതൊന്ന് ഓടിച്ചു പറയാം. എക്സാമിന്റെ പാറ്റേൺ ആണ്. ഹൗ ടു അപ്ലൈ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത് നിങ്ങൾ ഇത് ചെയ്യേണ്ട. ആപ്ലിക്കേഷൻ ഫീ 100 rupees ആണ് ബോയ്സിന് വരുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ എന്താണ് നോക്കട്ടെ, ഞാൻ ഓടിച്ചൊന്ന് നോക്കി എന്തെങ്കിലും നിങ്ങൾ ഇതാ വന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. എന്താ? നമ്മുടെ എക്സാമിന്റെ പാറ്റേണിനകത്ത് നമ്മുടെ ടോപ്പിക്കുകളൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പൊ നടന്ന ഫേസ് എക്സാമിന്റെ പോലെ തന്നെ എന്താണ്, നമുക്ക് ടൈം സ്ലോട്ട് ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. നമുക്ക് 1 hour എക്സാമിനെ ഓരോ സെക്ഷൻ വൈസ് ഡിവൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്ഷന് 15 minutes ആണ്. അപ്പോൾ റീസണിങ്ങിന് 15 minutes, ജനറൽ അവയർനെസ്സിന് 15 minutes, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 15 minutes, ഇംഗ്ലീഷിന് 15 minutes. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ കൃത്യം ഈ സ്ലോട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മാത്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീഡുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഈ 15 minutes എല്ലാവർക്കും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ടൈം ആയിരിക്കും കിട്ടുക. അതായത് മാത്സ് ഒക്കെ ചെയ്യുന്ന ഒരു ടൈമിങ്ങിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ 15 minutes ചെയ്യാൻ പറ്റും. GK നമുക്ക് ഒരുപക്ഷെ 15 minutes വേണ്ടായിരിക്കും. പക്ഷേ 15 minutes ഈച്ച് എന്നുള്ള രീതിയിൽ സെക്ഷൻ ടൈമർ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച്. കഴിഞ്ഞ CGL-ഉമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് നമ്മുടെ ടയർ 2-നകത്തും സെക്ഷൻ എന്നുള്ള രീതിയിലാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. 30 minutes ഫോർ ഈച്ച് സബ്ജക്ട്സ്. 30 minute ആണ് ഓരോ സബ്ജക്ട്സിനും തന്നിരിക്കുന്നത്. സബ്ജക്റ്റുകളിൽ വ്യത്യാസമൊന്നുമില്ല, ഏത് സബ്ജക്ട് തന്നെയാണ് വരുന്നത്. റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഈ സബ്ജക്ട് തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്ന ടയർ 1 ആയതുകൊണ്ട് പറയുകയാണ് 25 questions വീതമാണ് ഈച്ചിൽ നിന്ന് വരുന്നത്. 50 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ് വരുന്നത്. ഓരോ സെക്ഷനും എത്ര വീതം? 15 minutes വീതമാണ് വന്നിരിക്കുന്നത്. വളരെ വലിയ ഒരു ചേഞ്ച്. നമുക്കിപ്പോ നേരത്തെ സെക്ഷൻ എക്സാമിന് വന്നതുകൊണ്ട് തന്നെ, ഫേസ് എക്സാമിന് വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു ആ ഒരു പാറ്റേണിലോട്ട് മാറുമെന്ന്. മാറിയിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ചേഞ്ച് കൂടി മനസ്സിലായിക്കോളുക. അപ്പോൾ നമ്മുടെ എന്താണ് ടയർ 2 എക്സാമിന് ഓരോ സെക്ഷനും 30 minutes വീതമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നത് എക്സാമിന്റെ ഡേറ്റ് ഓർമ്മിപ്പിക്കാനാണ്. അപ്പോൾ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു, ജൂൺ 22 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് വിശകലനവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ എത്താം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.